ശ്രീ മുഹമ്മദ് ഷമാസ്, നിങ്ങൾ ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? ഇതിപ്പോൾ കണ്ണൂരുകാരനാണ് താങ്കളും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് അറിയാമല്ലോ ഷമാസ്. ഇപ്പോൾ വാർത്തകൾ അന്ന് തൊട്ടുണ്ടായിരുന്നു 2015 ഇങ്ങനെ ബോംബ് നിർമ്മാണത്തിൽ ആണ്, ആ സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിൽ 2 പേർ മരിച്ചു, സുബീഷും ഷൈജുവും മരിച്ചു. ഇവർ CPM-ന്റെ പ്രവർത്തകരായിരുന്നു എന്ന്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നുവന്ന് അവർ രക്തസാക്ഷികളായി മാറുകയായിരുന്നു. അതിനർത്ഥം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ അല്ല മരിച്ചത് എന്നാണല്ലോ. പാർട്ടി അതുകൊണ്ടാണല്ലോ രക്തസാക്ഷി ദിനം ആചരിച്ചു വരുന്നത്. ഒടുവിൽ ഇപ്പോൾ ഒരു സ്മാരകവും ഇവർക്കായി കണ്ണൂർ ചെറ്റക്കണ്ടിയിൽ ഉയരുകയാണ്. നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ ബോംബ് നിർമ്മിക്കുവാനുള്ള ലൈസൻസ് നൽകുകയാണ് CPM, പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുകയാണ് CPM എന്നൊക്കെ പറയുമ്പോഴും ഈ സംഭവത്തിന്റെ വസ്തുത എന്താണ്? മഞ്ജുഷ്, CPM-ന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ തീരുമാനത്തിലോ ഇവർ ഈ പറഞ്ഞ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട CPM പ്രവർത്തകരുടെ കൊലപാതകത്തെ രക്തസാക്ഷി പരിവേഷം നൽകി അതിനെ ആചരിക്കുകയും സ്മൃതി കുടീരവും അതിന്റെ വിപുലമായ പരിപാടികൾ നടത്തുന്നതിലൊന്നും ഒരു അത്ഭുതവും കണ്ണൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ സമാനമായ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ രക്തസാക്ഷി ദിനവും അടുത്ത വർഷം CPM വളരെ സമുചിതമായി ആചരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് തന്നെ 2015 ജൂൺ 6-ാം തീയതി CPM-ന്റെ പാർട്ടി കേന്ദ്രത്തിൽ വെച്ച് ബോംബ് പൊട്ടി മരിച്ച ഈ പറയപ്പെട്ട 2 CPM-ന്റെ പാർട്ടി പ്രവർത്തകരായാലും അണികളായാലും ഈ പറഞ്ഞ പാർട്ടി അംഗങ്ങളായാലും ഏത് തരത്തിൽ അവരെ സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ പാർട്ടി ബന്ധത്തെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. അവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P ജയരാജനാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതേ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അധ്യക്ഷത വഹിച്ച പാർട്ടി സമ്മേളനത്തിൽ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഈ പറയപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. CPM-ന്റെ കാലാകാലങ്ങളിൽ രക്തസാക്ഷി പട്ടികയിലെല്ലാം ഇതുപോലെ ബോംബ് പൊട്ടി മരിച്ച ആളുകൾ, ഈ പറഞ്ഞ വഴിയിൽ കിടന്ന് വീണ് മരിച്ച ആളുകൾ, കുഴഞ്ഞു വീണ് മരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഒക്കെ ഒരു ഉദാഹരണമായിട്ട് മാത്രം ചൂണ്ടിക്കാണിക്കാം. പക്ഷെ മഞ്ജുഷ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതെന്ത് സന്ദേശമാണ് CPM ഇതിലൂടെ പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക്, അവർക്ക് പാർട്ടി പ്രവർത്തകരെയാണല്ലോ ഉത്തേജിപ്പിക്കേണ്ടത്, അവർക്കാണല്ലോ ഈ പറഞ്ഞ ആവേശം പകരേണ്ടത്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത്? ബോംബ് നിർമ്മാണത്തിലൂടെ നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ, ബോംബ് നിർമ്മാണത്തിലൂടെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ, ആ പരീക്ഷണത്തിനും ആ നിർമ്മാണ പ്രക്രിയയ്ക്കുമിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായാൽ പൂർണ്ണമായും നിങ്ങളെ പാർട്ടി സംരക്ഷിക്കുമെന്ന സന്ദേശം തന്നെയല്ലേ 2015 ഇങ്ങനെ ഒരു സംഭവം നടന്ന് 2 പേർ മരണപ്പെട്ടിട്ട് അതിനുശേഷം 2016 മുതൽ തന്നെ അവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കുകയാണ്, വർഷാവർഷം അത് കൊണ്ടാടുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മാസം 22-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് ഇവരുടെ രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് തന്നെയാണ് ഇവിടെ നൽകുന്ന ഗുരുതരമായ ഗൗരവമുള്ള സന്ദേശം. ഇവിടെ എന്തുമാകാം, ഇവിടെ എന്ത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും, ഈ നാടിനെ ആകെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഭീകര പ്രവർത്തനം നടത്തിയാലും, ബോംബുണ്ടാക്കിയാലും, കൊലപാതകം നടത്തിയാലും പാർട്ടി സംരക്ഷിക്കാനുണ്ട്. നിങ്ങൾക്ക് വീട് വെച്ച് തരാൻ പാർട്ടിയുണ്ട്, നിങ്ങൾക്ക് പണം പിരിച്ചു തരാൻ പാർട്ടിയുണ്ട്, നിങ്ങൾക്ക് ജയിലിൽ സംരക്ഷണം ഒരുക്കാൻ പാർട്ടിയുണ്ട്, നിയമസഹായത്തിന് പാർട്ടിയുണ്ട്. മരിച്ചാൽ ഈ പറഞ്ഞ ആജീവനാന്ത കാലം മുഴുവൻ ഈ പറഞ്ഞ ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ആഘോഷമായ ആ രക്തസാക്ഷിത്വത്തെ കൊണ്ടാടാനും പാർട്ടി ഉണ്ട് എന്ന തികച്ചും തെറ്റായ, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സന്ദേശം തന്നെയാണ് CPM ഇതിലൂടെ നൽകുന്നത്.